ഹലോ മക്കൾസ്, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ഇറ്റ്സ് മീ മഹറൂഫ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ചാപ്റ്റേഴ്സ്, ഓസിലേഷൻ അതേപോലെ തന്നെ കൈൻഡ് തിയറി എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് വളരെ കുറഞ്ഞ സമയത്തിൽ നമ്മൾ കവറാക്കാൻ പോവുകയാണ്. മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈൻഡ് തിയറിയിലെ ക്വസ്റ്റ്യൻസ് ആണ്, അതിനുശേഷം ഓസിലേഷനിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ സർ, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ചാപ്റ്റർ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? വാട്ട് ഈസ് മീൻ ബൈ മീൻ ഫ്രീ പാത്ത്. ആ ഇമ്പോർട്ടൻസിനനുസരിച്ച് തന്നെയാണ് സർ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സർ മീൻ ഫ്രീ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കൾ മനസ്സിലാക്കുക. രണ്ട് അടുത്തടുത്തിരിക്കുന്ന രണ്ട് മോളിക്യൂൾസ്, നമുക്കറിയാം മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്, അവർ പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ട്. ആൻഡ് ദേ വർ ആൾസോ കൊളൈഡിങ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിന്റെ വാൾസുമായിട്ട് അവർ കൂട്ടിയിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടിയിടി കഴിഞ്ഞിട്ട് അടുത്ത കൂട്ടിയിടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാസ് മോളിക്യൂൾ കുറച്ച് ദൂരം ഒരു സ്ട്രെയിറ്റ് പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നത്. ഈ ഫ്രീ പാത്തുകളുടെ ആവറേജ് ആണ് മക്കളെ എന്ത്? മീൻ ഫ്രീ പാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ബിറ്റ്വീൻ ടു സക്സീവ് കൊളീഷൻ എ ഗ്യാസ് മോളിക്യൂൾ വിൽ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത്, ദാറ്റ് ഈസ് കാൾഡ് ഫ്രീ പാത്ത്, ആൻഡ് ദ ആവറേജ് ഓഫ് ദിസ് ഫ്രീ പാത്ത് ഇറ്റ് ഈസ് കാൾഡ് മീൻ ഫ്രീ പാത്ത്. ഈ ഫ്രീ പാത്തിന്റെ ആവറേജ് ആണ് മക്കൾസ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മീൻ ഫ്രീ പാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പലപ്പോഴും എക്സാമിന് ഈ മീൻ ഫ്രീ പാത്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെ എല്ലാ മോളിക്യൂൾസും മോഷനിലാണെന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നത് 1/√2n π d² എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. 1/√2n π d² എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. അതിൽ √2π എല്ലാം കോൺസ്റ്റന്റുകളാണ്, മക്കൾക്ക് ആൾറെഡി അറിയാൻ പറ്റും. n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. നമ്പർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടെയ്നറിനകത്തുള്ള മൊത്തം മോളിക്യൂൾസിന്റെ എണ്ണം ഡിവൈഡ് ബൈ വോളിയം ഓഫ് കണ്ടെയ്നറിനെയാണ് നമ്മൾ നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി അതിൽ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയമീറ്റർ ഓഫ് മോളിക്യൂൾ ആണ്. മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ് ഡി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മീൻ ബൈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കൾ മനസ്സിലാക്കുക. ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി, അതിനെയാണ് നമ്മൾ അതിന്റെ ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു ഗ്യാസ് മോളിക്യൂൾ ടോട്ടൽ എനർജി കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് ഹാഫ് kBT ഇൻറ്റു ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ അതേ ഇൻറ്റു അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എന്ന് പറഞ്ഞു തന്ന ലോ ആണ് എന്ത്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ദ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ദ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് kBT എന്നുള്ള രീതിയിലാണ് ഈ ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് kBT, ഹാഫ് ഇൻറ്റു ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. അതായത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ടോട്ടൽ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി മക്കൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ n ഇൻറ്റു ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ആ n ഇൻറ്റു ഹാഫ് kBT ചെയ്ത് കഴിഞ്ഞാലാണ് മക്കൾക്ക് ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്. ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത് ഈ രീതിയിലാണ് നമ്മൾ ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി കണ്ടെത്തുന്നത്. ആരുടെയാണ് സർ? ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജിയാണ്. ഓക്കെ, മോളിക്യൂളിന്റെ ടോട്ടൽ എനർജിയാണ്. ഇതിൽ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ n റെപ്രസെന്റ് ചെയ്യുന്നത് അത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തെയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാവുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു ഹാഫ് kBT ചെയ്താൽ മതിയാവും. ക്ലിയർ? ഇതേ സ്ഥാനത്ത് ചിലപ്പോഴൊക്കെ മക്കളെടുത്ത് പലപ്പോഴും നമുക്ക് പല ക്വസ്റ്റ്യൻസിലും ഒരു മോൾ ഗ്യാസിന്റെ ടോട്ടൽ എനർജി കണ്ടെത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ മക്കൾ ഇതേ ആൻസറിൽ ഒരു മാറ്റം മാത്രം വരുത്തിയാൽ മതി. kBയെ മാറ്റി ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് അതിന് പകരം ഗ്യാസ് കോൺസ്റ്റന്റിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു മോൾ ഗ്യാസിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ മോളിക്യൂളിന്റെ ടോട്ടൽ എനർജിയാണ് കണ്ടെത്തേണ്ടത് n ഇൻറ്റു ഹാഫ് kBT. ഒരു മോൾ ഗ്യാസിന്റെ ടോട്ടൽ എനർജിയാണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ മക്കൾ ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് kBയെ മാറ്റി r ആക്കി റീപ്ലേസ് ചെയ്യുക n ഇൻറ്റു ഹാഫ് RT എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് എ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് kBT എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ശരിക്കും എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കൾ മനസ്സിലാക്കുക. എത്ര തലത്തിൽ ഒരു മോളിക്യൂളിനെ എനർജി നേടിയെടുക്കാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും, ആ നമ്പർ ഓഫ് വേസ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ത്രൂ വിച്ച് എ മോളിക്യൂൾ ക്യാൻ അക്വയർ എനർജി. സാധാരണഗതിയിൽ മക്കളെന്നെ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാമെന്നുണ്ടെങ്കിൽ അതേ ഇൻറ്റു ഹാഫ് kBT ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ എനർജി, ടോട്ടൽ ഇന്റേണൽ എനർജി കിട്ടുന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സർ എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടെത്താൻ പറ്റുക? അതിനാദ്യം നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയണ്ടേ. ആ ഡിഗ്രി ഓഫ് ഫ്രീഡം റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര രീതിയിൽ ഒരു മോളിക്യൂളിന്റെ എനർജി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ തന്നെയാണ് അല്ലേ. കാര്യം അതേ ഇൻറ്റു ഹാഫ് kBT ആണല്ലോ മോളിക്യൂളിന്റെ എനർജി. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ത്രൂ വിച്ച് എ മോളിക്യൂൾ ക്യാൻ അക്വയർ എനർജി, മക്കളെ അതറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തന്നെ മക്കൾ ഓർത്തിരിക്കുക
ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു ട്രാൻസ്ലേഷൻ മോഷൻ വഴി ഒരു ട്രാൻസ്ലേഷൻ മോഷൻ വഴി പാർട്ടിക്കിൾ കാണിക്കുന്നത് ഒരു ട്രാൻസ്ലേഷൻ മോഷനാണ് എന്നുണ്ടെങ്കിൽ അതുവഴി പാർട്ടിക്കിളിന് കിട്ടുന്നത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. ഓക്കെ, എന്നാൽ പാർട്ടിക്കിൾ കാണിക്കുന്നത് ഒരു റൊട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു റൊട്ടേഷൻ വഴി പാർട്ടിക്കിളിന് കിട്ടുന്നത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. മക്കളെ പാർട്ടിക്കിൾ കാണിക്കുന്നത് മറിച്ച് ഒരു വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ വഴി തന്നെ പാർട്ടിക്കിളിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും എന്നുള്ള കാര്യം കൂടെ മക്കൾ ഈ ഒരു കേസിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ മോഷന്റെ കേസിൽ, റൊട്ടേഷന്റെ കേസിൽ, ഒരു വൈബ്രേഷന്റെ കേസിൽ എത്രയെന്നുള്ള കേസുകൾ ജസ്റ്റ് ഒന്നിന്റെ കേസിൽ ഓർത്തിരിക്കുക. ക്ലിയർ? അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ എക്സാമിന് സ്ഥിരം ഇവിടുന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കൈനറ്റിക് തിയറിയുടെ 3 or 4 പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ വേണ്ടി, പോയിന്റുകൾ എഴുതാൻ വേണ്ടി സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അധികം ചോദിക്കാറുള്ളത് ഒരു 3 പോസ്റ്റ്ലേറ്റ് അതേപോലെ തന്നെ 4 പോസ്റ്റ്ലേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. മക്കൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. സർ മക്കൾ ആദ്യം മനസ്സിലാക്കുക, ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. ഏറ്റവും സിമ്പിളായിട്ട് മക്കൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും സിമ്പിളായിട്ട് മക്കൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം സർ അവർ റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാൻഡം മോഷനിലാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഡ്യൂറിംഗ് ദർ റാൻഡം മോഷൻ അവരിങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ദേ കൊളൈഡ് ഈച്ച് അതർ, അവർ പരസ്പരം കൂട്ടിയിടിക്കും. ആൻഡ് ദേ വർ ആൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും അവർ കൂട്ടിയിടിക്കും സർ. ദേ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ആൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും അവർ പരസ്പരവും അവർ കൂട്ടിയിടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക, ഇത്തരത്തിൽ നടക്കുന്ന എല്ലാ കൊളീഷൻസും അതെല്ലാം എന്താണ് സർ? ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. ഓൾ ദീസ് കൈൻഡ് ഓഫ് കൊളീഷൻസ് ആർ ഇലാസ്റ്റിക് കൊളീഷൻസ്. എല്ലാ കൊളീഷൻസും എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻസ് ആണെന്നുള്ള പോയിന്റ് ഇവിടെ ഓർത്തിരിക്കണം അതിന്റെ കേസിൽ. അതേപോലെ തന്നെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് ആ എൻ്റെ കണ്ടെയ്നറിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ്സ് നെഗ്ലിജിബിൾ, അത് വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ വെൻ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും നെഗ്ലിജിബിൾ ആണ് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ക്ലിയർ? അടുത്ത പോയിന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് യാതൊരു തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല എന്ന് പറയുന്ന പോയിന്റ് ആണ്. ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് മക്കൾ മനസ്സിലാക്കുക, ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതെല്ലാം ഇപ്പോഴും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനാണ് എന്ത്? അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പലപ്പോഴും എക്സാമിന് 1 മാർക്കിന് പോലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഓർത്തിരിക്കണം മക്കളെ, പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷനാണ് സർ? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനാണ്. 1 മാർക്കിന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ രീതിയിൽ മക്കൾ ഓർത്തിരിക്കുക. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഓരോ കേസും ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു മോണോ ആറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അത് 3 ട്രാൻസ്ലേഷൻ മോഷൻ കാണിക്കുന്നുണ്ട്, 3 ആണ് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ഡയാറ്റോമിക് ഗ്യാസ് എന്നുകൂടെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ജനറലി നമ്മൾ പറയാ 3 ട്രാൻസ്ലേഷൻ മോഷനും 2 റൊട്ടേഷനുമാണ്. അപ്പോൾ 5 എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. വൈബ്രേഷന്റെ കേസ് പൊതുവെ ചോദിക്കാറില്ല. ഒരു വൈബ്രേഷൻ കൂടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ആയിരിക്കും അതിന്റെ കേസ് ചോദിക്കുക. ക്ലിയർ? ആ രീതിയിൽ ആ കേസുകളൊക്കെ ഓർത്തിരിക്കുക. പോളി ആറ്റോമിക് ആകുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് വരിക? 6 ആണ് വരിക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? അടുത്ത കേസായിട്ട് നമുക്ക് പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കൾ നോക്കുക, ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സർ ഞങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? മക്കൾക്ക് അറിയാം, ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളല്ലാതെ ലൈവ് സെഷൻസ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് അത് കണ്ടു നോക്കാം. ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൈൻഡ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുള്ള മക്കൾക്ക് ആ പാർട്ട് കണ്ടുനോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ സർ, ഓസിലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്, ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഒരു SHM എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. എന്താണ് സർ ശരിക്കും ഒരു SHM കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ, SHM എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേറ്ററി മോഷൻ തന്നെയാണ്, ഒരു ഓസിലേഷൻ തന്നെയാണ്. ഈ ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വെച്ചിട്ട്, ഹാർമോണിക് ഫംഗ്ഷൻ മീൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ, അതിനെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? അത് സൈന് കോസ് ഫംഗ്ഷൻസ് ആണ് സർ, അല്ലെ? സൈൻ്റെയും കോസിൻ്റെയും ഗ്രാഫ് മക്കൾ കണ്ടിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ സൈനോ കോസോ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓസിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓസിലേറ്ററി മോഷൻ
motion അല്ലെങ്കിൽ oscillatory motion is said to be simple harmonic if the displacement of the oscillating particle can be represented in terms of any single harmonic function എന്നാണ് നമ്മൾ പറയുക. ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ടേംസിൽ ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓസിലേഷൻ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് SHM എന്നാണ് ഇത്തരത്തിലുള്ള ഓസിലേഷൻ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ? SHM പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ? അടുത്തായിട്ട് സർ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരം എക്സാമിന് പല മക്കളെയും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെന്ത്, ഇതിൽ നിന്ന് ചോദിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. സർ എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്? പല മക്കളും ചോദിക്കാറുണ്ട്. എടാ സർ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൽ ഏതെല്ലാം രീതിയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാവോ അതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ കൂടിയാണത്. മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എടാ ഇത്തരത്തിൽ ഒരു SHMന്റെ എക്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ മക്കൾക്ക് തരികയാണ് എക്സാമിന്. അതായത് x = 4 sin 20 pi t + π/3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ആംപ്ലിറ്റ്യൂഡ് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 2, ആംഗുലാർ ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 3, പീരിയഡ് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 4, ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടിയിട്ടും. 5, ഇനീഷ്യൽ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് കണ്ടെത്താൻ വേണ്ടിയും ചോദിച്ചിട്ടുണ്ട്. മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എടാ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് മക്കൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയ വാല്യൂ അങ്ങ് എടുത്തെഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ 4 ഉണ്ട് സർ, സൈൻ ഉണ്ട്, അതേപോലെ തന്നെ 20 pi t എന്നുണ്ട്, പ്ലസ് എന്തുണ്ട് സർ, π/3 എന്നുണ്ട്. ക്ലിയർ? ഇനി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം മക്കൾ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് സർ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യമായിട്ട് മക്കൾ ചെയ്യേണ്ടത് എന്താ? എടാ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ മക്കൾ എഴുതി വെച്ച ഈ ഗിവൺ ഇക്വേഷൻ്റെ താഴെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൊണ്ടുപോയി എഴുതുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സർ SHMന്റെ സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുക? x = a sin ωt + phi എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് എഴുതാൻ പറ്റുക. a sin ωt + phi എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഇനി വളരെ ഈസിയാണ്, കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മക്കൾ തെറ്റിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് മക്കൾ ചെയ്തു പോകാൻ പറ്റും. മക്കൾ നോക്കിക്കേ. എടാ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്താൻ വേണ്ടിയാണ് ചോദിച്ചത്. മക്കൾ മനസ്സിലാക്കി വെച്ചേക്കണം. എടാ സൈൻ്റെ, അതായത് ഈക്വൽ ടു സൈൻ കഴിഞ്ഞിട്ട് സൈൻ്റെ തൊട്ട് മുമ്പേ, ഈക്വൽ ടു സൈൻ കഴിഞ്ഞിട്ട് സൈൻ്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ആള് അതാണ് സർ ആംപ്ലിറ്റ്യൂഡ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഗിവൺ ഇക്വേഷനിൽ ആരാണ് ആംപ്ലിറ്റ്യൂഡ്? എടാ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 മീറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി കിട്ടി. ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 4 മീറ്റർ സർ. അത് 4 മീറ്റർ ആണ്. ക്ലിയർ? 4 മീറ്റർ ആണ് ഒറ്റയ്ക്ക് കിട്ടി. 2, ആംഗുലാർ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കൾ മനസ്സിലാക്കി വെച്ചേക്കണം. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി, രണ്ട് രീതിയിലും ഇയാളെ നമ്മൾ പറയാറുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. എടാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. സർ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടുക? എടാ ഗിവൺ ഇക്വേഷനിൽ മക്കൾ നോക്കിക്കേ, ടീന്റെ കൂടെ ഇരിക്കുന്ന ടീക്ക ദോസ്ത് ഹേ അല്ലേ, ടീന്റെ തൊട്ടുകൂടെ ടീയുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ച് എല്ലായ്പ്പോഴും ടീന്റെ കൂടെ കാണുന്ന ആളാണ് ആര്? ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ടി കഴിച്ചു ബാക്കിയുള്ള ഭാഗം അതായിരിക്കും മക്കളെ ഒമേഗ. ടീന്റെ കൂടെ കാണപ്പെടുന്ന ആളായിരിക്കും മക്കളെ ഒമേഗ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഗിവൺ ഇക്വേഷനിൽ ഒമേഗ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 പൈ, 20 പൈ ആണ് ഒമേഗ വാല്യൂ. യൂണിറ്റ് നമുക്ക് കൊടുക്കാം, റാഡ് പെർ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്, റാഡ് പെർ സെക്കൻഡ്. അപ്പോൾ 20 എന്ന് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി, 20 പൈ എന്ന് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി. ക്ലിയർ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള പീരിയഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സർ പീരിയഡ് കണ്ടെത്താൻ പറ്റുക? മക്കൾ മനസ്സിലാക്കണം, പീരിയഡ് ആണ് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളതെങ്കിൽ, എടാ പീരിയഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പീരിയഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പീരിയഡ് ടി ഈസ് ഈക്വൽ ടു എന്താണ് സർ? 2 π/ω. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 π/ω. അറിയാത്ത മക്കളുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കണം. പീരിയഡ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? 2 π/ω. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒമേഗ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാണ് സർ? 20 പൈ ആണ്. അപ്പോൾ 2 π / 20 പൈ കൊടുത്തേക്കണം. അപ്പോൾ 2 ഗെറ്റ് ക്യാൻസൽഡ് അല്ലെ, പൈ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ 1/10 എന്ന് കിട്ടും. 1/10 എന്ന് പറയുന്നത് 0.1, അത്രയും എന്താ സെക്കൻഡ് അല്ലെ, ടൈം പീരീഡ് അല്ലേ, സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയാണ് ഇവിടുത്തെ ടൈം പീരീഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുകയാണ് എത്രയാണ് ഇവിടുത്തെ ഫ്രീക്വൻസി. മക്കൾ മനസ്സിലാക്കണം, ഫ്രീക്വൻസിയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ് ഡിയർ ജീനിയസ് മക്കൾസ്. ടൈം പീരീഡ് കണ്ടെത്തിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി കാണുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് മക്കൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? എടാ ഇവിടെ കാണേണ്ടത് എന്താണ്? ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ് ആണ്. അപ്പോൾ എത്രയാണ് സർ കിട്ടുക? 10 ഹെർട്സ് എന്നാണ് കിട്ടുക അല്ലേ? 1/10 ആണ് ടൈം പീരീഡ് എങ്കിൽ അതിനെ തിരിച്ചിടുമ്പോൾ 10/1 ദാറ്റ് ഈസ് 10 ഹെർട്സ് നമുക്ക് വാല്യൂ കിട്ടും അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എടാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനീഷ്യൽ ഫേസ് ആംഗിളിന്റെ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയെന്നുള്ളതാണ്. മക്കൾ മനസ്സിലാക്കണം, എടാ ഇത്തരത്തിലൊരു ഗിവൺ ഇക്വേഷനിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എടാ ഈ ഒരു ആംഗിളിനകത്ത് ഒറ്റക്കിരിക്കുന്ന
സിംഗിൾ ആയിട്ടിരിക്കുന്ന കൂട്ടിനാരുമില്ലാതിരിക്കുന്ന ഏതോ ഒരാളുണ്ടായിരിക്കും, അയാളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾ നോക്കി നോക്കിയേ, എടാ ഇവിടെ ഒമേഗക്ക് കൂട്ടായിട്ട് ടി ഉണ്ട്, പക്ഷെ കൂട്ടിനാരുമില്ലാതെ സിംഗിൾ അടിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ, അത് ആരാടാ? π/3 അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ ഫേസ് ആംഗിളിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് π/3 ഡിയർ ജീനിയസ് മക്കൾസ്. ആ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് π/3. ഒറ്റയടിക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ആ വാല്യൂ എത്രയാണ് സർ? π/3 ആണ് അവിടുത്തെ വാല്യൂ. ഓക്കെ, കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പല മക്കളും എക്സാമിന് സർ ഞങ്ങൾ പെട്ടുപോയി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. എൻ്റെ ഡിയർ ജീനിയസ് മക്കൾസ്, ജിൽ മക്കൾസ് കൃത്യമായി വ്യക്തമായി കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എടാ അടുത്തതായിട്ട് ഇവിടുന്ന് എക്സാമിന് പലപ്പോഴും ചോദ്യം വരാറുള്ളൊരു ഏരിയ ആണ് എന്താ? ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ മക്കൾക്ക് അറിയണം. ഓൾറെഡി നമ്മളിവിടെ ഉപയോഗിച്ചതാണ്, പ്രോബ്ലത്തിൽ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ x ഈസ് ഈക്വൽ ടു a sin ωt+φ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്നുള്ളത്. ഒന്നുകൂടെ ഉറപ്പിച്ച് മക്കൾ മനസ്സിലാക്കുക. ഇതിൽ തന്നെ ഓർത്തിരിക്കണം, ഡിസ്പ്ലേസ്മെന്റ് സൈൻ്റെ ടേംസിൽ മാത്രമാണോ എഴുതാൻ പറ്റുക? അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണോ സർ SHM എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? അല്ല, സൈനോ കോസോ വെച്ച് എഴുതാം. എനി സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഇതേ ആളെ തന്നെ നമുക്ക് കോസ് വെച്ചും എഴുതാം. a cos ωt+φ എന്നുള്ള രീതിയിലും ഇയാളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും സർ. എങ്ങനെയും എഴുതാം, a cos ωt+φ എന്നുള്ള രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ഇത്തരത്തിലാണ് ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വെച്ച് ചോദിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഓക്കെ, ഓരോ ടേംസ് എന്തെന്നുള്ള സർ പറഞ്ഞെന്നാണ്, അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട കാര്യമല്ല അല്ലെ? പ്രോബ്ലംസിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്തത് എടാ ഒരു SHMന്റെ വെലോസിറ്റി എക്സ്പ്രഷൻ ആണ് മക്കൾ ഇത് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ മക്കൾക്ക് അറിയാം. x ഈസ് ഈക്വൽ ടു എന്താ സർ? a sin ωt+φ ആണ്. ഇത് ഓൾറെഡി മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് പഠിച്ചു വെച്ച മക്കളടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി എന്നാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ മക്കൾ ചെയ്യേണ്ട കാര്യം, എടാ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സർ അതെന്താണ്? dx/dt ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? dx/dt ആണ്. അപ്പോൾ ഒന്നുമില്ല, ഇതിലൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് d അങ്ങനെ തന്നെ എഴുതുക, dt അങ്ങനെ തന്നെ എഴുതുക. സർ ഇവിടെ x കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എടാ x എന്ന് പറഞ്ഞാൽ അത് a sin ωt+φ ആണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മൊഞ്ചാക്കി അങ്ങ് എഴുതുക. ഒന്നുമില്ലടാ, എക്സിന് പകരം ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. മക്കൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. എടാ സൈൻ ഒമേഗയുടെ ഡെറിവേറ്റീവ്, സൈൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് ആണ്. അപ്പോൾ കോസ് ωt+φ എന്നാണ് വരിക. എടാ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. പക്ഷെ ടി അല്ലാതെ ഒരു കോൺസ്റ്റന്റ് ഒമേഗ കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഫൈനൽ ഉത്തരത്തെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം, ഫൈനൽ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു a sin ωt+φ എന്നാണ് മക്കൾ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എടാ അതിന് വെലോസിറ്റി കാണുമ്പോൾ എന്താ വ്യത്യാസം വരിക? സർ സൈന് മാറി കോസ് ആകും, ഒരു ഒമേഗ കയറി വരും. സൈന് മാറി കോസ് ആകും, ഒരു ഒമേഗ കയറി വരും അല്ലേ? സൈന് മാറി കോസായി സർ, ഒരു ഒമേഗ കയറി വന്നു സർ. ഇതാണ് അവിടെ സംഭവിച്ച മാറ്റം. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. സർ അടുത്ത കേസ് എന്താണ്? എടാ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി ആയല്ലോ. അടുത്ത പരിപാടി ഇത് രണ്ടും ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദ്യകർത്താവ് ഒരു കുസൃതി അങ്ങ് കാണിക്കും. എന്ത് ചോദിക്കൂടാ? ആക്സിലറേഷൻ ചോദിക്കും. നമുക്ക് ഓൾറെഡി അറിയാം x ഈസ് ഈക്വൽ ടു എന്താണ് സർ? x ഈസ് ഈക്വൽ ടു a sin ωt+φ എന്നാണ് സർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു a ഒമേഗ cos ωt+φ എന്നും കിട്ടിയിട്ടുണ്ട് സർ. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ആക്സിലറേഷൻ ആണ്. സർ എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടെത്താൻ പറ്റുക? എടാ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് dv/dt ആണ് മക്കൾസ്, dv/dt ആണ്. ഒന്നും ചെയ്യാനില്ല, വിക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എടാ v എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടില്ലേ? a ഒമേഗ cos ωt+φ ആണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ വാല്യൂ അതൊക്കെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. ക്ലിയർ? ഇനി മക്കൾ നോക്കുക, എടാ നേരത്തെ ചെയ്ത അതേ പരിപാടിനെ സർ ഇവിടെ ചെയ്യാണ്. എടാ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് a ഒമേഗ അത് അതേപോലെ തന്നെ എഴുതുന്നു. എടാ കോസിന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ ആണ്. അപ്പോൾ സർ മൈനസ് സൈൻ എന്ന് കൊടുക്കുന്നു, മൈനസ് സൈൻ ωt+φ എന്ന് എഴുതുന്നു അല്ലേ? എടാ ഇതിലേക്ക് എന്താണ് മാറ്റം വരേണ്ടത്? സർ കോസ് മാറി മൈനസ് സൈൻ ആയി, ഒരു എക്സ്ട്രാ ഒമേഗ കൂടി കയറി വന്നു. ദാറ്റ് ഈസ് എടാ ഇതേപോലെ തന്നെ കേട്ടോ, അതായത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അത് വെച്ച് ഫൈനൽ ഉത്തരത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്ത അതേപോലെ തന്നെയാണ് മക്കളെ ഇവിടെയും വരുന്നത്. ഇവിടെയും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഒരേ ഒരു മാറ്റം മക്കൾ നോക്കിക്കേ. എടാ സൈന് മാറി കോസായി, ഒരു ഒമേഗ കയറി വന്നു. ഇവിടെ
എടാ സർ കോസ് മാറി മൈനസ് സൈനായി എക്സ്ട്രാ ഒരു ഒമേഗ കയറി വന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. സർ പറഞ്ഞ അതേ ലോജിക്കൽ അങ്ങ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് മക്കൾക്ക് പഠിക്കാൻ പറ്റും. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അടുത്തതിലേക്ക് പോകാലോടാ. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു SHMന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. ഇത് പലപ്പോഴും നമ്മുടെ അടുത്ത എക്സാമിന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് സർ ഒരു SHMന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയൊക്കെ കാണാൻ പറ്റുന്നത്? മക്കൾ മനസ്സിലാക്കുക. എടാ കൈനറ്റിക് എനർജി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മക്കളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ½ kA² മൈനസ് x² എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. ½ kA² മൈനസ് x² എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. എടാ കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതാണ് കൈനറ്റിക് എനർജി വെച്ച് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റൻസിലും മക്കൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. സർ ഇതേപോലെ തന്നെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക? മക്കൾ മനസ്സിലാക്കുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അത് ½ kx² എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. എടാ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുക. ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന എക്സ്പ്രഷൻ ½ kx² മൈനസ് ½ kx² വെട്ടിപ്പോവും. ദാറ്റ് ഈസ് ½ kA² എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടാവുക. ഈ 3 ഇക്വേഷൻസ് എൻ്റെ ഡിയർ ജീനിയസ് മക്കൾസ് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് എക്സാമിന് മക്കൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ന്യൂമറിക്കൽസ് ചെയ്യാൻ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എ ആംപ്ലിറ്റ്യൂഡ് ആണ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, കെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ ഡിയർ ജീനിയസ് മക്കൾസിന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ കൂടി മക്കൾ ഇതിൻ്റെ കേസിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൽ തന്നെ മക്കൾ ചിലപ്പോൾ മറ്റൊരു ഇക്വേഷൻ കൂടി ബേസ് ചെയ്തുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. അതൊന്നുമില്ലടാ, ഇതേ ഇക്വേഷൻസിന് തന്നെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ മറ്റൊരു രീതിയിലൂടെ കൊടുക്കാം. അതായത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് m⍵² എന്നുള്ള രീതിയിലും എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജിയുടെ കേക്ക് വേണമെങ്കിൽ m⍵² എന്ന് കൊടുത്തുകൊണ്ട് മറ്റൊരു ഇക്വേഷൻ ആക്കി ഇതിനെ എഴുതാം. എടാ ഇതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ കെനെ മാറ്റിയിട്ട് ½ m⍵² x² എന്നുള്ള രീതിയിൽ മറ്റൊരു ഇക്വേഷൻ ആക്കി അതിനെ എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിലും കെയെ മാറ്റിയിട്ട് അതിന് പകരം m⍵² എന്ന് കൊടുത്തുകൊണ്ട് മറ്റൊരു ഇക്വേഷൻ ആക്കി അതിനെ എഴുതാൻ പറ്റും. സർ ഇനി വെറുതെ 2 ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് മക്കളെ വെറുതെ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സിമ്പിളായിട്ട് ഈ രീതിയിൽ പഠിച്ചു വെക്കുക. കേക്ക് വേണമെങ്കിൽ കെ എന്ന് പറയുന്ന ടേമിന് വേണമെങ്കിൽ m⍵² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ എന്ന് വിചാരിക്കുകയാണ്. മക്കൾ സെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്തായിട്ട് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചുള്ള ചോദ്യമാണ് ഒരു SHMന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഗ്രാഫ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സർ ഒരു SHMന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഗ്രാഫ് പറയാൻ പറ്റുക? മക്കൾ മനസ്സിലാക്കുക. എടാ മീൻ പൊസിഷനിൽ അതായത് എക്സിന്റെ വാല്യൂ 0 ആകുന്ന പോയിന്റിൽ തന്നെ മാക്സിമം വാല്യൂ ഉള്ള ആളാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കാര്യം ആ പോയിന്റിൽ വെലോസിറ്റി മാക്സിമം ആയതുകൊണ്ടാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇത് അങ്ങനെ കൂടിയെന്ന് കുറഞ്ഞു വന്ന് 0 ആകുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ അത് മീൻ പൊസിഷനിൽ 0 ആണ്. അതിങ്ങനെ എക്സിന്റെ വാല്യൂ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് കൂടി വന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് ആകുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലാണ് മക്കൾസ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഏറ്റവും ഈസി ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇതാണ് യു എന്ന് എഴുതിയതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. വെയിറ്റ് കളറിൽ സർ മാർക്ക് ചെയ്താണ് ഇവിടുത്തെ എന്ത് കൈനറ്റിക് എനർജി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അവർ കെ യു എന്നാണ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് സർ എങ്ങനെ ഈ ഗ്രാഫ് ഓർത്തിരിക്കുകയെന്ന് ചോദിച്ചാൽ സർ പലപ്പോഴും മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണത്. എന്ത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു മിഠായിയുടെ ചിത്രമാണ് എന്ന് ഓർത്തിരിക്കുക. ഇത്തരത്തിലൊരു മിഠായി വരച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ മക്കൾക്ക് ഈസി ആയിട്ട് മാർക്ക് വാരിക്കോരി കൂട്ടാൻ പറ്റും. ഓക്കെ, എക്സാമിന് ഈസി ആയിട്ട് മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പല മക്കളും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഗ്രാഫാണ്. ഈ രീതിയിൽ സിമ്പിളായിട്ട് ഓർത്തുകൊണ്ട് മക്കൾക്ക് അടിപൊളിയായിട്ട് എക്സാമിന് മാർക്ക് മേടിക്കാൻ പറ്റും. ഈ രീതിയിലാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഗ്രാഫ് ഓഫ് SHM വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മക്കൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഡെറിവേഷനാണ്. അങ്ങനെ ഡെറിവേഷൻ ഉണ്ടോ സർ? ഉറപ്പായിട്ടുണ്ട്. സർ പറയുന്നത് ഇതിൽ രണ്ടിലൊരു ഡെറിവേഷൻ ഉറപ്പായിട്ടും മക്കളുടെ മെയിൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇത്, അതായത് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്, രണ്ടിലൊന്നും മക്കൾ എക്സാമിന് ഉറപ്പിച്ച് വെച്ചോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് സർ പറയുക. സർ ആഗ്രഹിക്കുന്ന ഒരു അരമണിക്കൂറിനകത്ത് ഈ 2 ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് അങ്ങ് സെറ്റാക്കി തരിക എന്നുള്ള കാര്യമാണ്. ഓക്കെ, പെട്ടെന്ന് മക്കൾ ശ്രദ്ധിക്കുക. ഡെറിവേഷൻ ഉൾപ്പെടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായ രീതിയിൽ സർ പറയാൻ ശ്രമിക്കും. മക്കൾ നോക്കിക്കോ. അവിടെ സ്പ്രിങ്ങിൻ്റെ കേസിൽ അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ അത് -kx ആണ്. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് സർ പറയുന്നത്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ അതെന്താണ് സർ? -kx ആണ്. സാധാരണഗതിയിൽ ഫോഴ്സ് നമ്മൾ എങ്ങനെ എഴുതാറ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? -kx എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ക്ലിയർ? സർ ചോദിച്ചോട്ടെ, ഈ സ്പ്രിങ് അതേപോലെ തന്നെ പെൻഡുലം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവരൊക്കെ SHM അല്ലേ? SHMന് എക്സാമ്പിൾ അല്ലേ? ഓഫ് കോഴ്സ് അതെ.
സർ എങ്ങനെയാണ് ഒരു എസ് എച്ച് എമ്മിൻ്റെ ആക്സലറേഷൻ എഴുതാൻ പറ്റുക? എടാ ഒരു എസ് എച്ച് എമ്മിൻ്റെ ആക്സലറേഷനെ സിമ്പിളായിട്ട് നമ്മൾ എഴുതുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് -ω²x എന്ന് പറയുന്നത്. സർ അപ്പോൾ നമ്മൾ നേരത്തെ സൈനൊക്കെ വെച്ച് എഴുതിയില്ലേ, അതിൻ്റെ എക്സ്പാൻഡ് ഫോം. എടാ നേരത്തെ നമ്മൾ എഴുതിയത് -Aω² sin ωt+φ എന്നുള്ളതാണ്. അതിൽ A sin ωt+φ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആയിരുന്നു, മറക്കരുത്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ω²x എന്നുള്ള രീതിയിൽ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ ദിസ് വൺ ഈസ് ഈക്വൽ ടു എന്താണ് സർ? -kx ആണ്. ക്ലിയർ? അപ്പോൾ രണ്ട് ഭാഗത്തുള്ള മൈനസുകളെ ഞാൻ വെട്ടിക്കളയുന്നു, എക്സിനെ വെട്ടിക്കളയുന്നു. അപ്പോൾ എനിക്ക് ω² k/m എന്നുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ കിട്ടുന്നു. ഓക്കെ, അതായത് എനിക്ക് മനസ്സിലായി എടാ ω² k/m ആണ്. അപ്പോൾ ഒമേഗയെ എനിക്ക് വേണമെങ്കിൽ √k/m എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. എടാ ഒമേഗ എന്ത് എന്നുള്ള കാര്യം, ഒമേഗയുടെ വാല്യൂ എന്താണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു അത് 2π ടൈം പീരീഡ് ആണ് സർ. അപ്പോൾ അങ്ങനെയെങ്കിൽ 2π ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു √k/m അല്ലേ? നമുക്ക് കണ്ടെത്തേണ്ടത് ടൈം പീരീഡ് ആണ്. അതിവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ മുകളിലേക്ക് കൊണ്ടുവരണം. എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുള്ള ടേംസ് നമ്മൾ തിരിച്ചിടണം. ഓക്കെ, അപ്പോൾ ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ സർ ഇവിടെ രണ്ട് ഭാഗത്തും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ സർ കിട്ടുന്നത്? എടാ ഈ ടേം t/2π എന്നുള്ള രീതിയിലേക്ക് മാറും. അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിലുള്ള ടേം അത് √m/k എന്നുള്ള രീതിയിലേക്ക് മാറും. √m/k എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ വാല്യൂ മാറും. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ സർ ടൈം പീരീഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 2π√m/k എന്നുള്ള രീതിയിൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ഡിയർ ജീനിയസ് മക്കൾസ് മനസ്സിലാക്കി വെച്ചേക്കണം, ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ സ്പ്രിംഗ്, ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിനെ വലിച്ചു വിടുന്ന സമയത്ത്, ആ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് സർ ആ സ്പ്രിങ്ങിൻ്റെ ടൈം പീരിയഡിൻ്റെ എക്സ്പ്രഷൻ എന്തെന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി മക്കൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈസി സ്റ്റെപ്സിൽ മക്കൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ഓർത്തിരിക്കുക, സ്പ്രിങ്ങിൻ്റെ കേസിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് -kx ആണ് സർ, -kx ആണ്. അപ്പോൾ ഈ രീതിയിൽ മക്കൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, കൃത്യമായിട്ട് മക്കൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കേസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് സർ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? മക്കൾ മനസ്സിലാക്കുക. എടാ ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ ഒരു m മാസ് നമ്മളിവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് L ആണ്. L ലെങ്ത്ത് ഉള്ള ഒരു സ്ട്രിങ് ഹാങ് ചെയ്ത് വെച്ചതാണ്. തുടക്കത്തിലേ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ m എന്ന് പറയുന്ന മാസ് അത് x എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ അവിടെ ഇങ്ങനെ പോയിരിക്കുകയാണ്. x എന്ന് പറയുന്ന ഒരു അകലത്തിൽ അതിങ്ങനെ പോയിരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ x എന്ന് പറയുന്ന അകലത്തിരിക്കുന്ന ഈ മാസിനെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന നമുക്കറിയാം. തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മളൊരു ഹൈറ്റിൽ ഇതിനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. കൈ എടുക്കുന്ന സമയത്ത് ഇത് തിരിച്ച് ഇങ്ങോട്ട് വിടാം. പെൻഡുലം എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ്ങിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെറ്റാലിക് ബോൾ. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ എടാ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് നമ്മൾ ത്രോ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ അല്ലേ? ഇതിനെ തിരിച്ചതിൻ്റെ പഴയ അവസ്ഥ റീഗെയിൻ ചെയ്യാൻ, വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഏതോ ഒരു ഫോഴ്സ് സർ അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഏതാണ് സർ ആ ഫോഴ്സ്. നമ്മൾ ഇവിടുത്തെ ഓരോ ഫോഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. എടാ നമുക്ക് അറിയാം ഇയാൾ നിലവിലിരിക്കുന്നത് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് എന്നുണ്ടെങ്കിൽ എടാ mg എന്ന് പറയുന്ന ഒരേ ഒരു ഫോഴ്സ് മാത്രമാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. അത് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മളിതിൻ്റെ കമ്പൗണ്ട്സ് എടുത്ത് നോക്കുകയാണ് മക്കൾസ്. എടാ കമ്പൗണ്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കമ്പൗണ്ട് d ഡയറക്ഷനിലും ഒരു കമ്പൗണ്ട് d ഡയറക്ഷനിലും ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. എടാ ഇതേ ലൈന് അതാണ് mg. എടാ ഇതേ ലൈന്, അപ്പോൾ ഈ ആംഗിളും എന്തെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം? തീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. ലൈക്ക് സെയിം ലൈൻസ് ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ഈ ഡയറക്ഷനിലുള്ള mgയുടെ കമ്പൗണ്ട് അത് mg cos തീറ്റ കമ്പൗണ്ട് ആണ് സർ. ഇയാളെ തിരിച്ച് ഇയാളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന കമ്പൗണ്ട് അത് എത്രയാണ് സർ? അത് mg sin തീറ്റയാണ്. ഓക്കെ, ഇത്രയും കോൺസെപ്റ്റ് മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്ന് സർ പറയാണ്. ഇതൊന്നും എനിക്കൊന്നും തലയിൽ കയറുന്നില്ല സർ, എനിക്കിതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് സർ എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് മക്കൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക സർ. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. എന്തൊക്കെയാണ് അത് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ പറഞ്ഞതൊക്കെ ബുദ്ധിമുട്ടാണ് സർ, ഇതൊന്നും ഓർമ്മയിൽ എനിക്ക് നിൽക്കത്തില്ല സർ എന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. എടാ ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx അല്ലേ സ്പ്രിങ്ങിൻ്റെ കേസിൽ കൊടുത്തത്? അത് പെൻഡുലമാകുന്ന സമയത്ത് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് -mg sin തീറ്റ എന്നുള്ള രീതിയിലാണ് എന്നങ്ങ് മനസ്സിലാക്കി വെച്ചേക്ക്.
ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ സർ എം ജി സൈൻ തീറ്റ അല്ലേ, മൈനസ് എവിടുന്ന് കിട്ടി, എടാ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകളല്ലേ, മൈനസ് കൊടുത്തിട്ടേ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ? സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ക്ലിയർ. ഇത് തന്നെ മക്കൾ മനസ്സിലാക്കുക. സർ ഇതിനെ എഫിനെ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ എന്ന് എടുക്കുകയാണ്. സർ സൈൻ എവിടെ പോയി സർ? മക്കൾ മനസ്സിലാക്കണം, തീറ്റ വാല്യൂ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ ഇഫ് തീറ്റ വാല്യൂ ഈസ് സ്മോൾ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ് അല്ലേ. തീറ്റ വാല്യൂ സ്മോൾ ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എഴുതാം, ഇഫ് തീറ്റ ഈസ് സ്മോൾ, തീറ്റ വാല്യൂ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. സൈൻ തീറ്റയുടെ വാല്യൂ അത് അപ്രോക്സിമേറ്റ്ലി എന്തിന് ഈക്വൽ ആണ് സർ? തീറ്റയ്ക്ക് ഈക്വൽ ആണെന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫോഴ്സിന് സർ മാസ് ഇൻറ്റു ആക്സിലറേഷൻ കൊടുക്കുന്നു. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? എം ജി തീറ്റയാണ്. അത് എം ജി തീറ്റയാണ് സർ, അത് എം ജി തീറ്റയാണ് അതിന്റെ വാല്യൂ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മാസിനെ ക്യാൻസൽ ചെയ്യാലോ. എടാ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്, ഈസ് ഈക്വൽ ടു മൈനസ് ജി തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. എന്താണ് സർ ആംഗിൾ കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ? ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് സർ ആംഗിൾ. അപ്പൊ അങ്ങനെയെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർക്ക് ലെങ്ത് അത് എക്സ് ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ദാറ്റ് ഈസ് എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ് സർ. അത് എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ്, വലിയ സംഭവമൊന്നുമല്ല. തീറ്റക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം, തീറ്റക്ക് പകരം ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് കൊടുക്കാം, എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം. ക്ലിയർ? എന്താണ് സർ അങ്ങനെ കൊടുക്കുന്നുള്ള അഡ്വാൻറ്റേജ്? രണ്ട് മൈനസും വെട്ടിക്കളയാടാ, രണ്ട് എക്സും വെട്ടിക്കളയാം, വിച്ച് മീൻസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജി ബൈ എൽ ആണ്. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് മക്കൾസ്? റൂട്ട് ജി ബൈ എൽ ആണ് സർ ഒമേഗ. ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് റൂട്ട് ജി ബൈ എൽ ആണ്, അത് റൂട്ട് ജി ബൈ എൽ ആണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ മക്കൾ മനസ്സിലാക്കിക്കേ, എടാ ഒമേഗ എന്ത് നമ്മൾ പഠിച്ചതാണ്? ഒമേഗ മീൻസ് ഇറ്റ് ഈസ് 2π ബൈ ടൈം പീരിയഡ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ആരെയാണ് സർ വേണ്ടത്? നമുക്ക് വേണ്ടത് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ആണ്. അയാൾ കിടക്കുന്നത് എവിടെയാണ്? അടിയിലാണ്. അയാൾ നമുക്ക് മുകളിൽ കിട്ടണ്ടേ? കിട്ടണം സർ, ഓഫ് കോഴ്സ് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഭാഗത്തും തിരിച്ചിടണം. അപ്പോൾ രണ്ട് ഭാഗത്തും സർ തിരിച്ചിടുകയാണ്. ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ, ഇവിടെയും അതേ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ, സർ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് മാറ്റാണ് മക്കളെ വരിക? ടി ഡിവൈഡ് ബൈ 2π എന്നുള്ള രീതിയിൽ ഈ ടേം മാറും, ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ടൈം പീരീഡ് ടി ബൈ 2π, ടൈം പീരീഡ് ബൈ 2π ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് ഈസ് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി എന്നുള്ള രീതിയിൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഫൈനൽ എക്സ്പ്രഷൻ ഈ രീതിയിലായിരിക്കും മക്കൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് ഇവിടെ ഫൈനൽ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ കിട്ടുക എന്നുള്ള കാര്യം മക്കൾ ഓർത്തിരിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഇനി ഈ ടൈം പീരീഡ് ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് നമുക്ക് അടുത്തായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ രണ്ടിൽ ഒരു ഡെറിവേഷൻ ടൈം പീരീഡ് ചോദിക്കും, ഒന്നില്ലെങ്കിൽ സ്പ്രിങ് അല്ലെങ്കിൽ പെൻഡുലം. ക്ലിയർ? ഈ ടൈം പീരീഡ് വെച്ചുകൊണ്ട് മക്കൾ ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ബൈ സെക്കൻഡ്സ് പെൻഡുലം എന്നൊരു ചോദ്യം കൂടി ചിലപ്പോൾ ഒരു പക്ഷേ അവരൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കൾ മനസ്സിലാക്കുക, സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ സർ ടൈം പീരീഡ് 2 സെക്കൻഡ് വരുന്ന പെൻഡുലങ്ങളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന്. ടൈം പീരീഡ് 2 സെക്കൻഡ് ഉള്ള പെൻഡുലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന്. ദ പെൻഡുലം ഹാവിംഗ് ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ഈസ് കാൾഡ് സെക്കൻഡ്സ് പെൻഡുലം. അതിനെയാണ് മക്കളെ നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഡെപ്ത് സർ ഒന്നുകൂടെ നന്നായിട്ട് ഈ ചാപ്റ്റർ എനിക്ക് പഠിക്കണമെന്നൊക്കെയാണ് മക്കൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ സെഷൻസ് ഓരോ ചാപ്റ്ററിൻ്റെയും വന്നിട്ടുണ്ട്, അത് മക്കൾ കണ്ടോക്കാം. ഇത്രയാണ് എക്സാമിന് ഉറപ്പായിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ടത് എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്, സെറ്റാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് സെഷനിലൂടെ മക്കളുടെ അഭിപ്രായങ്ങൾ മക്കൾ അറിയിക്കണം. സർ എന്തായാലും കൃത്യമായിട്ട് നോക്കും. മക്കൾക്ക് ഈ ഒരു പോർഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ഇറ്റ്സ് മീ മഹറൂഫ്. ബൈ ബൈ, സീ യു.